So our heading: torque on a current loop in a magnetic field. Torque on a current loop in a magnetic field. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കേസിൽ ടോർക്ക് എന്ന് പറയുന്നത് ഒരു ഡൈപോളിന്റെ കേസിൽ പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് 2a. 2a ഡിസ്റ്റൻസിൽ ഒരു ഡൈപോളിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലെ ഒരു ഡൈപോളിലെ ഒരു ചാർജിന്റെ അളവ് q ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് p is equal to 2a into q. So when this dipole is placed in a uniform magnetic field, let's consider this is a uniform magnetic field. Uniform magnetic field we can draw as straight lines which start from positive charge and ends in the negative charge. പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും. ആ ഒരു അവസരത്തിൽ നമുക്ക് കിട്ടിയിരുന്ന വാല്യൂ ഡൈപോൾ മൊമെന്റ് P equal to 2aq, that capital E is the electric field, then torque. ടോർക്കിന്റെ ഡെഫിനിഷൻ ഇതാണ്: the work done for a rotating body. നമ്മൾ സാധാരണ ഒരു ബോഡി ലീനിയർ മോഷനിലാണെങ്കിൽ നമുക്ക് പറയാം, അവിടെ നമ്മൾ ചെയ്യുന്നതിനെ വർക്ക് എന്ന് പറയും. ഇഫ് ഇറ്റ് ഈസ് മൂവിങ് എ റൊട്ടേഷൻ, ഇവിടെ നോക്കൂ, ഈ നെഗറ്റീവിന് ഇവിടെ വരാൻ ശ്രമിക്കും, ബിക്കോസ് ദാറ്റ് ഹാസ് ദ ഓപ്പോസിറ്റ് ചാർജ്. പോസിറ്റീവ് വശത്തേക്ക് പോകാൻ ശ്രമിക്കും. സോ ദെയർ ഈസ് എ റൊട്ടേഷൻ ഓഫ് ദിസ് ഡൈപോൾ ഈസ് occurred, and due to this rotation the torque is equal to one of the force into perpendicular distance. Finally we obtain it as P cross E, that is equal to PE sin theta. That is the expression for the torque in the case of a dipole which is in an uniform electric field. ഓർമ്മയുണ്ടല്ലോ? ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കറണ്ട് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിനുണ്ടെങ്കിൽ ആ കറണ്ട്, നമുക്കറിയാം കറണ്ട് ലൂപ്പിലൂടെ കറണ്ട് ഒഴുകും, അത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ ഒരു ലോറൻസ് ഫോഴ്സ് അവിടെ ഉണ്ടാവും. ആ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അവിടെ അനുഭവപ്പെടുന്ന ടോർക്കിന്റെ വാല്യൂ എത്ര, അതാണ് ഇനി നമുക്ക് തെളിയിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് magnetic field, in the presence of magnetic field. So now we are directly going to the case of magnetic field. Let's consider a uniform magnetic field. Uniform magnetic field, we can say that the magnetic field is started from the north pole and which ends in the south pole. So this is our uniform magnetic field. This is north pole, this is south pole, and the uniform magnetic field lines which are started from the north pole and ends in the south pole. The uniform magnetic field means that the magnetic field lines are parallel to each other. So here I represented the uniform magnetic field between a magnetic field, between the magnetic field or which is started from, or uniform magnetic field which is started from north pole and ends in south pole. Now consider a current loop. We placed a current loop in this magnetic field, and consider that this is a current loop. Let this is a point P, this is Q, this is a point R, this is a point S. Let current flowing in the direction
in such a way that the direction is same as in the figure. It started from P, Q, R and ends in S or flowing through S. നമ്മൾ പിയിൽ നിന്ന് ഇങ്ങനെ കറണ്ട് ഒഴുകി ക്യൂവിൽ ചെന്ന് ആർ ചെന്ന് എസിലൂടെ തിരിച്ചു വരുന്ന ഒരു സർക്കുലർ ലൂപ്പാണ്. ഇനി നമ്മൾ പറയുകയാണ്, ലെറ്റ് കൺസിഡർ ദിസ് ലെങ്ത്. ഈ നമ്മളുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ അല്ലെ ഈ ലൂപ്പിന്റെ ലെങ്തും ബ്രെഡ്ത്തും. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് എ ബ്രെഡ്, ദിസ് ഈസ് എ ലെങ്ത്. ഏത് വേണമെങ്കിലും എടുക്കാം. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് എ ലെങ്ത് ആൻഡ് ദാറ്റ് ഈസ് equal to small l. And this is a breadth that is taken as small b. ഇത്രയും മനസ്സിലായല്ലോ. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് രണ്ട് നോർത്ത് പോളും സൗത്ത് പോളും വെച്ച് അതിനിടയ്ക്കൂടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു കറണ്ട് ലൂപ്പ് അവിടെ വെച്ചു, അതിലൂടെ നമ്മളൊരു കറണ്ട് കടത്തി വിട്ടു. ഇനി നമുക്കറിയാം, ഇവിടെ കറണ്ട് കടന്നു പോകുന്ന നമ്മൾ നേരത്തെ സോളിനോയിഡിന്റെ ഒക്കെ കാര്യം പഠിച്ച പോലെ 4 കമ്പോണന്റ് ഉണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ പി മുതൽ ക്യൂ വരെ, പി മുതൽ അല്ലെ പി ടു ക്യൂ, പിന്നെ ക്യൂ ടു ആർ, പിന്നെ ആർ ടു എസ്, ഇങ്ങനെ വരും കമ്പോണന്റ്. ഓക്കെ, ഇവിടെ പി മുതൽ ക്യൂ വരെ, കാരണം ഈ കമ്പൗണ്ട്, ഈ ബിയുടെ കമ്പൗണ്ട് നമുക്ക് എടുക്കാം പി മുതൽ എസ് വരെ, അതും കൂടെ കിടന്നോട്ടെ. ഇനി നമുക്കറിയാം ഇവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രസന്റ് ദയർ ആൻഡ് എ കറണ്ട്, എ കോൺസ്റ്റന്റ് കറണ്ട് ഐ flowing through this current loop. Whenever there is a flow of current in the presence of magnetic field, a force or Lorentz force is developed that is equal to Q into V cross B. That is equal to Q V B sin theta. F ന്റെ വാല്യൂ അപ്പം നോക്കുക, സൈൻ 0 0 ആയിപ്പോ. അപ്പം വിയും ബിയും തമ്മിൽ തീറ്റ 0 ആകുന്ന കേസിൽ എഫ് 0 ആയിരിക്കും. അപ്പം വി എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുകുന്നതിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇത് ഇവിടെ ഈ ഒരു ഭാഗത്ത് കറണ്ട് ഒഴുകുന്നതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, വി. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്, ബി. അപ്പം ക്യൂ മുതൽ ആർ വരെയും പി മുതൽ എസ് വരെയും ഇവിടെയും കറണ്ട് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങോട്ടാണ്, ഇവിടെ തിരിച്ച് ഇങ്ങോട്ടാണ്. ദാറ്റ് ഈസ് സിമിലർ ആസ് തീറ്റയ്ക്ക് വ്യത്യാസമില്ല, അല്ലെ പെർപെൻഡിക്കുലർ അല്ല. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്. ഇവിടെ വി ഇതാണ്, ബി എന്ന് പറയുന്നത് ഇങ്ങോട്ട് തന്നെയാണ്. സോ അറ്റ് ദിസ് 2 പോയിന്റ്സ് അല്ലെങ്കിൽ അറ്റ് ദിസ് 2 പാർട്സ് ഓഫ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അറ്റ് ക്യൂ ആർ, ക്യൂ ടു ആർ and from P to S, theta between ആരൊക്കെ തമ്മിലാണ്, വെലോസിറ്റി ആൻഡ് ബി ഈസ് ഈക്വൽ ടു 0, then sin 0 equal to 0, then the force equal to 0. നമ്മൾ തെളിയിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ നമുക്ക് മിച്ചമുള്ളത് പി ക്യൂവും ആർ എസും ഉള്ളു. Now consider the perpendicular portions PQ and RS. PQ എന്ന് പറയുമ്പം PQവില് velocity is and B are perpendicular to each other. So F is equal to Q into V cross B. That is equal to QVB sin theta. Here theta is equal to 90. So sin 90 is equal to 1. Then F is equal to QVB. In the case of PQ and in the case of RS. രണ്ടിന്റെ കേസിൽ രണ്ട് സ്ഥലത്തും ഇവിടെ വെലോസിറ്റി അങ്ങോട്ടാണ്, ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദിസ്. ഇവിടെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്.
So in the portion PQ and in the portion RS, and also for the portion RS, F is equal to Q into V cross B. Again, same equation derivation, that is equal to QVB. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിനെ എഫിനെ ബിൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷനോട്ട് കൊണ്ടുവന്നായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നോ ഇല്ലയോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, എന്നാലും ഞാൻ അതൊന്ന് ഡിറൈവ് ചെയ്ത് കാണിക്കാം. ലെറ്റ് കൺസിഡർ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. എഫ് ഈക്വൽ ടു ക്യൂ വി ബി നമുക്ക് അവസാനം കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് നമുക്ക് ക്യൂ ഇൻറ്റു ഡിസ്റ്റൻസ്, എൽ ഡിസ്റ്റൻസിലൂടെയാണ് ഇവിടെ ട്രാവൽ ചെയ്തത് അല്ലേ, പി മുതൽ ക്യൂ വരെ എൽ ഡിസ്റ്റൻസ്, ഇവിടെ ആ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും എൽ. അപ്പം എൽ ബൈ ടി ഇൻറ്റു ബി എന്ന് എഴുതാം. ഇനി ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജ് ബൈ ടൈം, ദാറ്റ് എന്ന് പറയുന്നത് കറണ്ടാണ്, ഐ ഇൻറ്റു എൽ ഇൻറ്റു ബി എന്ന് എഴുതാം. ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞായിരുന്നു എഫ് ഇസ് ഈക്വൽ ടു ബിൽ എന്നങ്ങ് ഓർത്താൽ ബി ഐ എൽ. Here B is the uniform magnetic field, I is the current flowing through the current loop within this uniform magnetic field, L is the length of the magnetic field. അപ്പം in the case of PQ, ഇവിടെ in the case of PQ ആണെങ്കിലും the PQ and also in the case of RS, the force produced F is equal to B into I into L. അവിടം വരെ എത്തി. ഇനി ടോർക്ക് എന്നാന്ന് ഡിറൈവ് ചെയ്യണം. ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. So we can say that one of the force നമുക്കിപ്പം ബി ഐ എൽ നമുക്ക് കിട്ടി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾ ഇങ്ങോട്ടാണ് എൽ അളന്നത്, അപ്പൊ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി എസ് അല്ലെങ്കിൽ ക്യു ആർ ആണ്, അല്ലെങ്കിൽ സ്മോൾ ബി ആണ്. അപ്പൊ നോക്കിയേ, ആറ്റ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ ഇൻറ്റു നീളം ഗുണം വീതി അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് BIA. That is the first equation. Tau is equal to BIA. ഇനി പറയാണ് if there are n turns, if there are capital N turns, ഇതുപോലെ ക്യാപിറ്റൽ N ചുറ്റുകൾ ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടോട്ടൽ ടോ കിട്ടാൻ. ടോ ഈസ് ഈക്വൽ ടു N ഇൻറ്റു BIA. പഠിക്കാൻ വേണ്ടി ഞാൻ എളുപ്പത്തിൽ ഇക്വേഷൻ പറയും. ടോ ഈസ് ഈക്വൽ ടു നബി NABI. ഇതൊക്കെ നമ്മൾ ഈ എൻട്രൻസിന് പറഞ്ഞു കൊടുക്കുന്ന പിള്ളേർ മറന്നു പോയിരിക്കാൻ വേണ്ടി. സോ നേരത്തെ ഞാൻ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞു QVB അല്ലെ ബില്ല്. ഇവിടെ ഞാൻ പറയുന്നു ടോർക്കിന്റെ ഇക്വേഷൻ ടോ അല്ലെങ്കിൽ നബി. ദിസ് ഇസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ഫോർ N സർക്കുലർ അല്ലെങ്കിൽ N കറണ്ട് ലൂപ്പ് വിത്ത് ഏരിയ A placed in a uniform magnetic field B and a current flowing I through it, then the torque tau is equal to NABI. NABI. Clear ആണല്ലോ? എന്നിട്ട് എഴുതിയെടുക്കാം. നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. അപ്പം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പം ആദ്യം നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ ലോറൻസ് ഫോഴ്സ് ആണ്. F is equal to QE plus Q into V cross B. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു സർക്കുലർ ലൂപ്പ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നതിന്റെ കേസിലെ ഫോഴ്സ് കണ്ടുപിടിക്കും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് F is equal to Q into V cross B. ആ ഒരു ഇക്വേഷന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലെ വാല്യൂ F is equal to Q into V cross B എന്ന് കൊടുക്കുക. നമുക്കറിയാം F is equal to Q into V cross B, that is equal to QVB sin theta എന്ന്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്ന് കൺസിഡർ ചെയ്യണം. P to Q, Q to R, R to S, S to P, അങ്ങനെയുള്ള ഓരോ കേസും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ Q into V cross B എന്ന് പറയുമ്പോൾ A cross B AB sin theta, സൈൻ 0 0 ആണ്. അപ്പൊ തീറ്റ 0 ആകുന്നിടം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഇവിടെ ബി ഇങ്ങോട്ടാണ്,
ഇവിടെ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് തീറ്റ 0. അപ്പൊ പി എസിലും 0 ആണ്, ക്യു ആറിലും 0 ആണ്. അതോടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടിരിക്കാം. ഇൻ ക്യു ആർ ആൻഡ് ഇൻ പി എസ് തീറ്റ ഈസ് ഈക്വൽ ടു 0, സോ എഫ് ഈക്വൽ ടു 0. പിന്നെ നമുക്ക് എവിടെ മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഇൻ ദ കേസ് ഓഫ് പി ക്യു അല്ലെങ്കിൽ ആർ എസ് എന്ന് പറയുന്ന ഒരു പോർഷന്റെ എഫ് ചെയ്താൽ മതി. ആ വൺ ഓഫ് ദ ഫോഴ്സാ, അതുകൊണ്ടാണ് രണ്ടിന്റെയും കണ്ടുപിടിച്ച് കൂട്ടുന്നൊന്നുമില്ല. വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇപ്പൊ രണ്ടെണ്ണത്തിനെ കാണാം. വീണ്ടും എഫ് ഈക്വൽ ടു ക്യൂ ക്രോസ് ബി, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, ക്യൂ ബി സൈൻ തീറ്റ, തീറ്റ 90 ആയതുകൊണ്ട് 1 ആവും. സോ എഫ് ഈക്വൽ ടു ക്യൂ വി ബി എന്നാവും. പക്ഷേ ഇവിടെ നമുക്ക് കറണ്ട് ഒഴുകുന്നത് ഐ, ഇതിനകത്തോടെ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ ഐ എന്നോടെ നമ്മൾ എടുക്കണം. ലെറ്റ് ഐ ഈസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഇൻ ടേംസ് ഓഫ് ഐയിൽ വേണം നമുക്ക് പ്രൂഫ് ചെയ്തുകൊണ്ട് വരാൻ. സോ വി ആർ യൂസിങ് ദിസ് ഇക്വേഷൻ എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഇൻറ്റു ബി, ക്യൂ ബൈ ടി ഈസ് ഈക്വൽ ടു ഐ എൽ ബി. ഓർ ഇത് ഓർത്തിരുന്നോണം കേട്ടോ, ബില്ല് എഫ് ഈക്വൽ ടു ബിൽ. അപ്പൊ വൺ ഓഫ് ദ ഫോഴ്സ് ഐ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. This is L, the perpendicular distance is equal to B. So BI L cross B. Near into V, the length into breadth, that is equal area, tau is equal to BIA. ഇതുപോലെ n ചുറ്റുകൾ അവിടെ ഉണ്ടെങ്കിൽ, if there are n turns, tau is equal to NBIA. I replace or rewrite it is very in easy form. Tau is equal to NABI. Let NABI എന്ന് വായിച്ചാൽ ഓർത്തിരിക്കാൻ. ഇവിടെ എഫ് ഈക്വൽ ടു ബിൽ എന്ന് വായിച്ചാലും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. പെട്ടെന്ന് എഴുതിയെടുത്തേ.